ഖുർആനിൽ അല്ലാഹു ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞത്. ഇനി അപ്പുറം നോക്കുക, ആല ഇമ്രാൻ. ഇമ്രാൻ എന്നതൊരു പ്രവാചകന് പോലുമല്ല. എന്നാലും ഇമ്രാനിന്റെ കുടുംബത്തെയും അല്ലാഹു ഇഷ്ടപ്പെട്ടുവെന്ന് പറയാനുള്ള കാരണം ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അവരെ വഴി നടത്തിയത് വിവാഹം കഴിച്ച അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയാണ് സയ്യിദത്തുനാ ബീവി ഹന്നാ റളിയല്ലാഹു അൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന മക്കൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലേക്ക് മുഴുവനായും അല്ലാഹുവിന്റെ നോട്ടമുണ്ടാകുന്നത്. ഞാൻ ചുരുക്കുകയാണ്, എന്റെ ഹന്ന ബീവിയെ അല്ലാഹുവിന് വലിയ ഇഷ്ടപ്പെടാനുള്ള കാരണം, ഇഷ്ടം കിട്ടാനുള്ള കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഹന്ന ബീവി ഗർഭിണിയാവുകയാണ്. പ്രായാധിക്യത്തിലാണ് പലപ്പോഴും ഹന്ന ബീവി ഗർഭിണിയായത്. ആ സമയത്താണ് ഹന്ന ബീവി റളിയല്ലാഹു അൻഹാ ഗർഭിണിയായി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ തന്റെ വലതുകൈ തന്റെ വയറിനോട് ചേർത്ത് വെച്ച് പറയാണ്, മക്കള് നന്നാവാൻ ആദ്യം ചെയ്യേണ്ടതാണ്. ഗർഭിണിയാണെന്ന് അറിയുമ്പോഴേക്കും ആ വയറ്റിലുള്ള കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് നേർച്ചയാക്കി അല്ലാഹ് എന്ന് സംസാരിക്കുകയാണ്. ഇതിൽ നിന്ന് മഹാന്മാർ പറയാണ്, ഭാര്യയോ മക്കളോ ഗർഭിണിയായാൽ ഏതെങ്കിലും നല്ല വഴിയിലേക്ക് ആദ്യം എന്തെങ്കിലും ഹദിയ ചെയ്യണം. എന്റെ ഭാര്യ മക്കള് ഗർഭിണിയായി അൽഹംദുലില്ലാഹ്, 2 ഫുഖറാക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ കരുതുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ സമീപത്ത് പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലേക്കോ മദ്രസകളിലേക്കോ സംഭാവനകൾ നൽകുന്നു. കാരണം ഇത് മക്കൾ നന്നാവാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആദ്യപടിയാണ്.